Be strong. നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷായസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് തിയറികളാണ് നമ്മൾ പഠിച്ചുകൊണ്ട് വന്നത്. ഇന്ന് നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു തിയറി തന്നെ പഠിക്കാം. കണ്ടന്റിലേക്ക് പോകാം. ഇന്ന് നമുക്ക് ലോറൻസ് കോൾബർഗിൻ്റെ തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻ്റ് ആണ് നോക്കേണ്ടത്. ലോറൻസ് കോൾബർഗ് പുട്ട് ഫോർവേഡ് എ തിയറി ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോറൽ ജഡ്ജ്മെൻറ്റ് ഇൻ ദ ഇൻഡിവിജ്വൽ റൈറ്റ് ഫ്രം ദ ഇയേഴ്സ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ്. നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മോറൽ വാല്യൂസ് എങ്ങനെ കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ മോറൽ ജഡ്ജ്മെൻറ്റ്, ഇപ്പം നമ്മുടെ ഒരു ആക്ഷൻ എന്നാലും നമ്മൾ ചെയ്യുന്നൊരു കാര്യം അത് മൊറാലിറ്റിക്ക് നിരക്കുന്നതാണോ ഇല്ലയോ എന്ന് കുട്ടി ചിന്തിക്കുന്നതിനെ കുറിച്ചൊക്കെ, അതെങ്ങനെ ഏതൊക്കെ പ്രായത്തിൽ എത്രയൊക്കെ തരത്തിലാണ് കുഞ്ഞുങ്ങളിൽ ഡെവലപ്പ് ചെയ്യുന്നത്, ഏതൊക്കെ പ്രായത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം പഠനം നടത്തിയിട്ടുള്ളത്. ഹി ഹാസ് ബേസ്ഡ് ഹിസ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഓൺ ദി ഫൈൻഡിങ്സ് ഓഫ് ഹിസ് സ്റ്റഡീസ് കണ്ടക്റ്റഡ് ഓൺ ഹൺഡ്രഡ്സ് ഓഫ് ചിൽഡ്രൻ ഫ്രം ഡിഫറെൻറ്റ് കൾച്ചേഴ്സ്. പല കൾച്ചറിലുള്ള നൂറുകണക്കിന് കുട്ടികളിൽ പഠനം നടത്തിയിട്ടാണ് അദ്ദേഹം ഈ തിയറിയിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് വിചാരിക്കുന്നത് മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നത് പാരൻസിൽ നിന്നോ അല്ലെങ്കിൽ എൽഡേഴ്സിൽ നിന്നോ ഒക്കെ എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് പാരൻസിൽ നിന്നോ എൽഡേഴ്സിൽ നിന്നോ മാത്രമല്ല നമ്മളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക് മോറൽ വാല്യൂസ് എത്തുന്നത്. ഇൻറ്റേർണൽ ഓർ കോഗ്നിറ്റീവ് പ്രോസസ്സസ് ലൈക്ക് തിങ്കിങ് ആൻഡ് റീസണിങ് ഓൾസോ പ്ലേസ് എ മേജർ റോൾ ഇൻ വൺസ് മോറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ തിയറി പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണലായിട്ടുള്ള കോഗ്നിറ്റീവ് പ്രോസസ്സ്, കോഗ്നിറ്റീവ് മീൻസ് റിലേറ്റഡ് ടു അവർ ബ്രെയിൻ, അവർ തിങ്കിങ് പ്രോസസ്സ് ലൈക്ക് തിങ്കിങ് ആൻഡ് റീസണിങ് ഓൾസോ പ്ലേസ് എ മേജർ റോൾ. അതിനും വളരെ പ്രാധാന്യമുണ്ട്. അങ്ങനെ തിങ്ക് ചെയ്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു റീസണിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ആ ഒരു മോറൽ സൈഡ് കുട്ടി അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അല്ലാണ്ട് പാരൻസിൽ നിന്നോ എൽഡേഴ്സിൽ നിന്നോ ബ്ലൈൻഡായിട്ട് അവർ ഇമിറ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുക അല്ല ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ വേ ചിൽഡ്രൻ മേക്ക് മോറൽ ജഡ്ജ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദെയർ ലെവൽ ഓഫ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ് ആസ് വെൽ ആസ് ഓൺ ദെയർ അപ്ബ്രിങ്ങിങ് ആൻഡ് ലേണിംഗ് എക്സ്പീരിയൻസ്. കുട്ടിയുടെ ലേണിംഗ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ കുട്ടി എങ്ങനെയാണ് വളർത്തി കൊണ്ടുവന്നത് എന്നുള്ളതിനനുസരിച്ചോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, ഈ മൂന്ന് ഫാക്ടേഴ്സിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കുട്ടിയിൽ മോറൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം മോറൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മോറൽ ഡെവലപ്മെൻറ്റിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തത് ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് സെൻസ് ഓഫ് ജസ്റ്റിസ് എന്നാണ്. ജസ്റ്റിസിന് നിരക്കുന്നതാണോ എന്നുള്ളതിൻ്റെ ഒരു പഠനം കുട്ടി നടത്തിയതിന് ശേഷം മാത്രമാണത് മോറൽ ഡെവലപ്മെൻറ്റിലേക്ക് കുട്ടി അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ സ്റ്റേജസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് 4 to 10 years, കാരണം വളരെ ചെറിയ ഇൻഫൻസിലൊന്നും തന്നെ മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നില്ല. വളരെ ചെറിയ കുഞ്ഞുങ്ങളിൽ 4 to 10 yearsലാണ് പ്രീ മോറൽ ലെവൽ എന്ന് പറയുന്ന ഒരു ഏജിലാണ് അത് ഡെവലപ്പ് ചെയ്യുന്നത്. ചൈൽഡ് ബിഗിൻസ് ടു മേക്ക് ജഡ്ജ്മെൻറ്റ്സ് അബൌട്ട് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ്, ഗുഡ് ഓർ ബാഡ്. ഇങ്ങനെ കുട്ടി ചിന്തിച്ചതിന് ശേഷം മാത്രം അത് ജഡ്ജ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ്. ഹവർ ദ സ്റ്റാൻഡേർഡ്സ് ബൈ വിച്ച് ഹി മെഷേഴ്സ് ദ മൊറാലിറ്റി ആർ ദോസ് ഓഫ് അതേഴ്സ്. പക്ഷേ അതിനെ മെഷർ ചെയ്യുന്നത് വലിയ ആളുകളുടെ അല്ലെങ്കിൽ എൽഡേഴ്സിൻ്റെ ഒരു ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ അവരുടെ മെഷർമെൻറ്റിനനുസരിച്ച് തന്നെയായിരിക്കും കുട്ടി അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷേ കുട്ടിയുടെ സ്വന്തം ഇവാലുവേഷൻ ആയിരിക്കും നടക്കുന്നത്. അതിനുള്ള ടൂൾസ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്സ് എന്നൊക്കെ പറയുന്നത് പാരൻസിൻ്റെയോ അല്ലെങ്കിൽ എൽഡർ പേഴ്സണിൻ്റെയോ തന്നെയായിരിക്കും. ഹി ഈസ് പെർസ്യൂഡഡ് ടു ടേക്ക് സച്ച് ജഡ്ജ്മെൻറ്റ് എയ്തർ ടു അവോയ്ഡ് പണിഷ്മെൻറ്റ് ഓർ ടു ഏൺ റിവാർഡ്സ്. അങ്ങനെ ഒരു മോറൽ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത് നമ്മൾ അവരുടെ നിന്നുള്ള പണിഷ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ടോ ഒക്കെയാണ്. ഇപ്പം പൂജാമുറിയിൽ കയറുന്നതിന് മുന്നേ ചെരുപ്പ് ഊരി വയ്ക്കുക എന്നുള്ളൊരു വാല്യൂ കുട്ടി പാരൻസിൽ നിന്ന് പഠിക്കുന്നതാണ്. പക്ഷേ അത്
ഊരി വെച്ചാൽ ചിലപ്പോൾ അച്ഛൻ്റെ വഴക്കിൽ നിന്ന് ഒഴിവാവാം എന്നുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് ഊരി വയ്ക്കുന്നത്. അല്ലെങ്കിൽ ചെരുപ്പിടാതെ കയറിയാൽ അമ്മ എന്തെങ്കിലും കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും. അപ്പം പാരൻസിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് തന്നെയാണ് അവൻ മെഷർ ചെയ്യുന്നതെങ്കിലും അവൻ പക്ഷേ അതിനെ ജഡ്ജ് ചെയ്യുന്നു. ഇത് ചെരുപ്പ് പൂജ ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പുറത്തിട്ടുകൊണ്ട് നടക്കുന്ന അഴുക്ക് പറ്റി ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പാടില്ല, പവിത്രമായൊരു സ്ഥലമാണ് എന്നൊക്കെയുള്ളൊരു ചിന്ത അവനിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ് അവനത് ചെയ്യാനായിട്ട് മുതിരുന്നത്. ഡെവലപ്മെൻറ്റ് ഓഫ് മൊറാലിറ്റി അറ്റ് ദിസ് ലെവൽ യൂഷ്വലി ഫോളോസ് ദ ഫോളോയിങ് 2 സ്റ്റേജസ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ബിഗിനിങ് ദ ചൈൽഡ്സ് മൊറാലിറ്റി ഈസ് കൺട്രോൾഡ് ബൈ ദ ഫിയർ ഓഫ് പണിഷ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണിഷ്മെൻറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഹി ട്രൈസ് ടു ഒബേ ഹിസ് പാരൻസ് ആൻഡ് എൽഡേഴ്സ് പ്യുവർലി ടു അവോയ്ഡ് റീപ്രൂഫ് ആൻഡ് പണിഷ്മെൻറ്റ്. ദെൻ സെക്കൻഡ് സ്റ്റേജിൽ ഇൻ ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ദ പ്രീ മോറൽ സ്റ്റേജ് ചിൽഡ്രൻസ് moral judgment is based on self-interest and considerations of what others can do for them in return. Here they value a thing because it has some practical utility for them. അവർക്കും അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് കുട്ടി രണ്ടാമത്തെ സ്റ്റേജിൽ അത് ഒബേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി രണ്ടാമത്തെ ലെവലാണ് 10 to 13 ഇയേഴ്സ് വരുന്നത്. കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ എന്ന് പറയും. ചിൽഡ്രൻസ് മോറൽ ജഡ്ജ്മെൻറ്റ് ഈസ് കൺട്രോൾഡ് ബൈ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് അതേഴ്സ്, the conventions, rules and regulations and the law and order system maintained within society. It is characterized by the following stages എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന കൺവെൻഷൻസും അതുപോലെ റൂൾസും റെഗുലേഷൻസും ലോസും സിസ്റ്റവും ഒക്കെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ എൽഡേഴ്സിൻ്റെ ഇപ്പോൾ ചെറിയ ഏജിൽ പാരൻസിൻ്റെ അടുത്ത് മാത്രമായിരിക്കും കുട്ടി സഹകരിക്കുന്നത്. അപ്പോൾ പാരൻസിൻ്റെ മോറൽ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ കുട്ടിയും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കത്തുള്ളൂ. പക്ഷേ ഒരു 10 to 13 ഇയേഴ്സൊക്കെ ആകുമ്പോൾ അവൻ സൊസൈറ്റിയുമായിട്ട് കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യുന്നു, അഡോളസെൻ്റ് ഏജിലേക്ക് കടക്കുന്നു. അപ്പോൾ സൊസൈറ്റിയിലുള്ള കസ്റ്റംസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവൻ കൂടുതലായിട്ട് ഒബേ ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഇതിലും 2 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ ദ ഏർലി ഇയേഴ്സ് ഓഫ് ദ സെക്കൻഡ് ലെവൽ ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ദ ചൈൽഡ്സ് മോറൽ ജഡ്ജ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഡിസയർ ടു ഒബ്റ്റെയിൻ അപ്രൂവൽ ഓഫ് അതേഴ്സ് ആൻഡ് അവോയ്ഡ് ബീയിങ് ഡിക്ലെയർഡ് എ ഗുഡ് ബോയ് ഓർ എ ഗുഡ് ഗേൾ. അപ്പം മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ആണ് കുട്ടി ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യുന്നത്. ഫോർ ദിസ് പർപ്പസ് ഹി ബിഗിൻസ് ടു ജഡ്ജ് ദ ഇൻറ്റൻഷൻസ് ആൻഡ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് അതർ ടു ആക്ട് അക്കോർഡിംഗ്ലി. അപ്പം മറ്റുള്ളവരുടെ ഇഷ്ടം എന്താണെന്ന് അവൻ മനസ്സിലാക്കുന്നു, അതുപോലെ അവരെന്താണ് ചെയ്യുന്നത്, എന്ത് ചെയ്താലാണ് അവൻ നല്ല കുട്ടിയാവുന്നത് എന്ന് മനസ്സിലാക്കി ആ ഒരു മോറൽ സൈഡ് അവൻ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇനി ഫോർത്ത് സ്റ്റേജിലേക്ക് വരുമ്പോൾ ലേറ്റർ ഇയേഴ്സ് ഓഫ് കൺവെൻഷണൽ മൊറാലിറ്റി level, children's moral judgment are governed by conventions as well as the law and modes of സോഷ്യൽ സിസ്റ്റം. ആ കൺവെൻഷൻസും അവർ ഫോളോ ചെയ്ത് വരുന്ന കൺവെൻഷൻസും അതുപോലെ തന്നെ അവിടുത്തെ സോഷ്യൽ സിസ്റ്റത്തിനും അനുസരിച്ച് അതിൻ്റെ ലോയ്ക്കും മോഡ്സിനും ഒക്കെ അനുസരിച്ച് അവർ മോറൽസിനനുസരിച്ചൊക്കെ അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. മോറൽസിനും അനുസരിച്ചൊക്കെ തന്നെ സോഷ്യൽ സിസ്റ്റത്തിനനുസരിച്ച് അവർ ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇനി മൂന്നാമത്തെ ഏരിയയാണ് സെൽഫ് അക്സെപ്റ്റഡ് മോറൽ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഏജ് 13 ആൻഡ് ഓർ ലേറ്റർ, 13 വയസ്സിന് മുകളിലോട്ട്. ദിസ് മാർക്സ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് അറ്റൈൻമെൻറ്റ് ഓഫ് ട്രൂ മൊറാലിറ്റി ആസ് ദ സെൻറ്ററിങ് ഫോഴ്സ് ഫോർ മേക്കിംഗ് ജഡ്ജ്മെൻറ്റ്സ് നൗ റെസ്റ്റ് വിത്ത് ദ ഇൻഡിവിജ്വൽ ഇറ്റ് സെൽഫ്. കുട്ടി തന്നെയാണ് സ്വയം തീരുമാനം എടുക്കുന്നത്. ഹി ഡസ് നോട്ട് വാല്യൂ എ തിങ് ഓർ കൺഫോം ടു എ ഐഡിയ മിയർലി ബിക്കോസ് ഓഫ് കൺസിഡറേഷൻ ഓഫ് ദ വ്യൂസ് ഓഫ് അതേഴ്സ്. മറ്റുള്ള ഒരാളിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ടുള്ള ഒരു മൊറാലിറ്റിയെ കുട്ടി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല. അവൻ കൺവെൻഷണൽ ലോസ് ഒന്നും തന്നെ അല്ലെങ്കിൽ സിസ്റ്റം ഓഫ് സൊസൈറ്റി ഒന്നും തന്നെ അവൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അവൻ അവൻ്റേതായിട്ടുള്ള ഒരു ഡിസിഷനിൽ മാത്രമേ വിശ്വസിക്കൂ. അതിനനുസരിച്ചുള്ള ഒരു മോറൽ ബിഹേവിയർ മാത്രമേ കുട്ടി കാണിക്കുന്നുള്ളൂ. ദിസ് ലെവൽ ഈസ് ഓൾസോ ക്യാരക്ടറൈസ്ഡ് ബൈ 2 സെപ്പറേറ്റ് സ്റ്റേജസ്. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത്, അറ്റ് ദി സ്റ്റേജ് ദി ഇൻഡിവിജ്വൽസ് മോറൽ ജഡ്ജ്മെൻറ്റ് ആർ ഇൻറ്റേർണലൈസ്ഡ് ഇൻ such a form what he responds positively to authority only if he agrees with the principles upon which the demands of authority are based. ഇപ്പോൾ ഒരു അതോറിറ്റി അയാളുടെ അടുത്ത് ഇന്ന മോറൽ രീതിയിൽ മാത്രമേ ബിഹേവ് ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ അത് കുട്ടിക്ക് പോസിറ്റീവായിട്ടുള്ള തോന്നുന്നെങ്കിൽ മാത്രം അവൻ അതിനെ അനുസരിക്കുന്നു.
സെക്കൻഡ് സ്റ്റേജ്, അതായത് സ്റ്റേജ് 6 എന്ന് പറയുന്നത് ദ കൺട്രോളിംഗ് ഫോഴ്സസ് മേക്കിംഗ് മോറൽ ജഡ്ജ്മെൻറ്റ്സ് ആർ ഹൈലി ഇൻറ്റേർണലൈസ്ഡ്. ദ ഡിസിഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ ആർ നൗ ബേസ്ഡ് അപ്പോൺ ഹിസ് കോൺഷ്യൻസ് ആൻഡ് ദ ബിലീഫ് ഇൻ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ഓഫ് റെസ്പെക്റ്റ്. ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസിനെ മാത്രമേ കുട്ടി അതുപോലെ ജസ്റ്റിസും ഈക്വാലിറ്റിയും ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമേ അവൻ ആ ഒരു മോറൽ സൈഡ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നുള്ളൂ. ഹി ഡസ് വാട്ട് ഹി ആസ് ആൻ ഇൻഡിവിജ്വൽ തിങ്സ് ആൻഡ് റിഗാർഡ്ലെസ് ഓഫ് ലീഗൽ റെസ്ട്രിക്ഷൻസ് ഓർ ദ ഒപ്പീനിയൻ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ഒപ്പീനിയനോ അല്ലെങ്കിൽ ലീഗൽ റെസ്ട്രിക്ഷനോ ഒന്നും തന്നെ അവന് ബാധകമല്ല. അവൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് കറക്റ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നത്. ദസ് അറ്റ് ദി സ്റ്റേജ് പീപ്പിൾ ആക്ട് അക്കോർഡിംഗ് ടു ദെയർ ഇന്നർ വോയിസ് ഓഫ് ദെയർ കോൺഷ്യൻസ് ആൻഡ് ലീഡ് എ ലൈഫ് ദാറ്റ് ദേ ക്യാൻ വിത്തൗട്ട് സെൽഫ് കണ്ടംനേഷൻ ഓർ ഫീലിംഗ് ഓഫ് ഗിൽറ്റ് ഓർ ഷെയിം. അവൻ്റെ മനസ്സിന് തെറ്റാണെന്ന് തോന്നാത്ത അല്ലെങ്കിൽ അവന് ഗിൽറ്റ് തോന്നാത്ത ഷെയിം അനുഭവപ്പെടാത്ത കാര്യങ്ങൾ മാത്രമേ അവനൊരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ മോറൽ വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവനെ ലീഡ് ചെയ്യത്തുള്ളൂ. ഇതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. ഇങ്ങനെയാണ് കുഞ്ഞുങ്ങളിൽ മോറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കുട്ടി ഈ ഒരു സ്റ്റേജസിലൂടെയാണ് ഏറ്റവും അൾട്ടിമേറ്റായിട്ട് അവൻ്റെ സ്വന്തം മൊറാലിറ്റി കണ്ടെത്തുകയും അതിനെ ലൈഫിലേക്ക് അക്സെപ്റ്റ് ചെയ്ത് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്തെത്തുകയും ചെയ്യുന്നത്. എല്ലാവരും വളരെ കൃത്യമായി തന്നെ പഠനം തുടരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ. Be strong. Be strong.